മേഖലയെ ഭീതിയിലാഴ്ത്തിയ ജനാലക്കള്ളൻ പൊന്നാനി പോലീസിന്റെ പിടിയിലായി. കാഞ്ഞിരമുക്ക് പത്തായി നേടുപുറമ്പത്ത് റിബിൻ രാജ് എന്ന സീൻരാജാണ് അറസ്റ്റിലായത്. എടപ്പാൾ പെരുമ്പറമ്പ് പൊൽപ്പാക്കര പാറപ്പുറം കാലടി കാവൽപ്പടി മേഖലകളിൽ വീടിന്റെ ജനൽ കുത്തി തുറന്ന് ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളെയും ഉൾപ്പെടെ സ്വർണ്ണാഭരണങ്ങൾ കവരുകയും കുളിമുറികളിൽ ഒളിഞ്ഞു നോക്കുകയും ചെയ്ത പ്രദേശത്തെ ഭീതിയിലാഴ്ത്തിയ കള്ളനെ പൊന്നാനി പോലീസ് കണ്ടെത്തി. നിരവധി മോഷണം പിടിച്ചുപറി കേസുകളിലെ പ്രതിയായ കാഞ്ഞിരമുക്ക് പത്തായി നേടുപുറമ്പത്ത് റിബിൻ രാജ് എന്ന സീൻരാജാണ് അറസ്റ്റിലായത്. എടപ്പാൾ മേഖലയിൽ പുലർച്ചെ നടത്തിയ കളവ് കേസുകളിലെ പ്രതിയെക്കുറിച്ച് പോലീസ് വ്യാപക അന്വേഷണം നടത്തിയതിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിലും മോഷണം നടന്ന വീടുകളിലെ ദൃക്സാക്ഷികളിൽ നിന്നും കിട്ടിയ വിവരങ്ങളിൽ നിന്നും പുറകിൽ ലൈറ്റ് ഓഫ് ചെയ്ത് ഒരു നീല സ്കൂട്ടിയിലെത്തുന്ന കറുത്തു തടിച്ച ആളാണ് മോഷ്ടാവെന്ന നിഗമനത്തിലെത്തിയത് പ്രകാരം പോലീസ് രാത്രികാലങ്ങളിൽ ബൈക്ക് പെട്രോളിംഗ് ഉൾപ്പെടെ ശക്തമാക്കി പ്രതിയെ നിരീക്ഷിച്ചു വരവെ കാവൽപ്പടിയിലെ വീട്ടിൽ ജനാല വഴി ഉറങ്ങിക്കിടന്ന കുട്ടിയുടെ ആഭരണങ്ങൾ മോഷ്ടിച്ച ശേഷം എടപ്പാൾ പഴയ ബ്ലോക്കിന് അടുത്ത് ഒരു വീട്ടിൽ ജനാല വഴി രണ്ടാം മോഷണത്തിന് ശ്രമിച്ച മോഷ്ടാവ് വീട്ടുകാർ ഉണർന്നതിനെ തുടർന്ന് ഓടി രക്ഷപ്പെടുന്നതിനിടെ പ്രതിയുടെ സ്കൂട്ടിയുടെ താക്കോൽ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് വാഹനം സമീപത്ത് കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ച ശേഷം പരിസരത്തെ പ്രകാശൻ എന്നയാളുടെ വീട്ടിൽ നിന്നും ബുള്ളറ്റ് മോഷണം ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ സ്കൂട്ടറിനെ കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ പോലീസിന് സൂചന ലഭിച്ചതിനെ തുടർന്ന് പ്രതി ഒളിവിൽ പോവുകയായിരുന്നു. ശേഷം ബാംഗ്ലൂരിലും പഴനിയിലും എറണാകുളത്തെ വിവിധ സ്ഥലങ്ങളിലുമായി പ്രതി ഒളിവിൽ കഴിഞ്ഞു വരവെ തൃശൂർ ചാലക്കുടിയിൽ പ്രതി താമസിക്കുന്നു എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി പോലീസ് ചാലക്കുടിയിലെത്തിയെങ്കിലും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. പിന്നീട് തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞ പ്രതി എടപ്പാളിലെത്തി. രാത്രിയിൽ എടപ്പാൾ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ നിർത്തിയിട്ടിരുന്ന ബുള്ളറ്റ് മോഷണം നടത്തി കടന്നുകളഞ്ഞു. പിന്നീട് മോഷ്ടിച്ച ബുള്ളറ്റുകൾ എടപ്പാൾ പരിസരങ്ങളിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പോലീസ് അന്വേഷണം ശക്തമാക്കിയതിനെ തുടർന്ന് ഇയാൾ പൊന്നാനി കോടതിയിലെത്തി കീഴടങ്ങുകയായിരുന്നു. പൊന്നാനി ഇൻസ്പെക്ടർ ജലീൽ കറുത്തെടുത്ത് ASIമാരായ RU അരുൺ, പ്രവീൺ കുമാർ, ASIമാരായ മധുസൂദനൻ, സനോജ്, എലിസബത്ത്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ, പ്രശാന്ത് കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.